ഗോൾ സീക്ക് എന്നുള്ളത്. ഗോൾ സീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനൊരു ഷോപ്പ് റൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒരു ടീഷർട്ടാണ്. ടീഷർട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250. അതുപോലെ തന്നെ ഞാൻ മന്ത്ലി ഒരു 300 ടീഷർട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മന്ത്ലി പ്രോഫിറ്റ് പറയുന്നത് 300 × 250 75,000 രൂപയാണ്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് മന്ത് ഫീൽ ചെയ്യാണ് ആ ഒരു 75,000 എന്നുള്ള പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, ഒരു 1.5 ലക്ഷം എന്നുള്ള ഒരു എമൗണ്ടിലേക്ക് ഇൻക്രീസ് ചെയ്യണം. സോ എനിക്ക് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്നല്ലെങ്കിൽ എൻ്റെ ആ ഒരു 250 എന്നുള്ള പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, അത് കൂട്ടാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന ആ ഒരു ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി സെയിൽ ചെയ്യാം. സോ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുക ക്വാണ്ടിറ്റി കൂടുതൽ സെയിൽ ചെയ്യാൻ നോക്കുമായിരിക്കും, പ്രൈസിൽ കുറക്കാതെ. സോ ആ ഒരു 1.5 ലക്ഷം എന്നതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഗോൾ സീക്ക് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി 300 നമ്മുടെ മന്ത്ലി സെയിൽ ചെയ്യുന്ന ആ ഒരു ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250. ദെൻ നമ്മളെങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് ഒരു ബേസിക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന കേസിൽ നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് അതൊന്ന് പെർഫോം ചെയ്യാം. ഈക്വൽ ടു ഇട്ട ശേഷം നമ്മൾ കർലി ബ്രേസ് നോർമൽ ബ്രേസസിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതൊക്കെ തമ്മിലാണോ ഇൻറ്റു ചെയ്യേണ്ടത് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് എന്നുള്ളത് എമൗണ്ട് കിട്ടി 275,000 എന്നുള്ളത്. നമ്മൾ ടാർഗറ്റ് എന്താണ് 1.5 ലക്ഷമാണ്. സോ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റ എന്ന ടൂളിൽ പോയിട്ട് ഡാറ്റ എന്നൊരു ടൂളിൽ പോയ ശേഷം നമ്മളിവിടെ ഉണ്ട് വാട്ട് ഇഫ് അനാലിസിസിലാണ് ഗോൾ സീക്ക് എന്നുള്ളൊരു കേസ് എടുക്കുന്നത്. ഇനി നമുക്ക് സെറ്റ് സെല്ലും അതുപോലെ തന്നെ ടു വാല്യൂ ബൈ ചേഞ്ചിങ് സെല്ല് എന്നുള്ളത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യാം, സെറ്റ് വാല്യൂ എന്നുള്ളത് നമ്മളെ 75,000ൻ്റെ ആ ഒരു സെല്ല് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ടു വാല്യൂ എവിടേക്കാണ് നമുക്ക് പോകേണ്ടത്, എത്തിക്കേണ്ടത് 1.5 ലക്ഷം. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നര ലക്ഷം എഴുതി ബൈ ചേഞ്ചിങ് സെല്ല്, ഏത് ചേഞ്ചിനെ സെല്ല് ചെയ്തിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്, ഈ ഒരു ക്വാണ്ടിറ്റീനെയാണ്. സോ അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. 600 പീസ് സെല്ല് ചെയ്താലാണ് നമുക്ക് 1.5 ലക്ഷം എന്ന പ്രോഫിറ്റ് മന്ത്ലി കിട്ടുന്നുണ്ടാവുക. നമ്മൾ നോർമലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഗോൾ സീക്ക് എന്നാണ്. ഗോൾ സീക്ക് ഉള്ളത് നമ്മുടെ ഡാറ്റയിലും ഗോൾ സീക്ക് എന്നുള്ളൊരു കേസ് ഉണ്ട്. ഗോൾ സീക്കും അതിൽ നമുക്ക് 3 ഡാറ്റാസാണ് കൊടുക്കേണ്ടത്. സെറ്റ് സെല്ല്, ടു വാല്യൂ, ബൈ ചേഞ്ചിങ് സെല്ല് എന്നുള്ളത്. സെറ്റ് സെല്ലിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു നമ്മൾ ഇക്വേഷൻ പെർഫോം ചെയ്ത ആ ഒരു സെല്ലുണ്ടല്ലോ, ഐ മീൻ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു സെല്ലിൻ്റെ E8ഉം അതുപോലെ തന്നെ E8ഉം E9ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു പ്രോഫിറ്റ് കിട്ടി. അതിൻ്റെ സെല്ലാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ ടു വാല്യൂ, നമുക്ക് ഏത് വാല്യൂയിലേക്കാണ് എത്തിക്കേണ്ടത്, 75,000 എന്നുള്ളതിനെ നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് 1.5 ലക്ഷം എന്ന വാല്യൂവിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടു വാല്യൂ എന്നുള്ളത്. ഇവിടെ 1.5 ലക്ഷം എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് ബൈ ചേഞ്ചിങ് സെല്ല്, ഏതാണ് ചേഞ്ച് ചെയ്യേണ്ടത്, പ്രൈസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അതല്ല ക്വാണ്ടിറ്റി ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു കോളം സെലക്ട് ചെയ്ത ശേഷം ഓക്കെ അടിക്കാം. നമുക്കിതൊന്നും മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ കൊടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 500 രൂപ ആയിരിക്കണം ഒരു പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്കി അടിച്ച് കഴിഞ്ഞാൽ നോർമൽ പോലെ.